പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ഫാത്തിമ ബീബിയുടെ ചരിത്രം നമ്മൾ കേൾക്കണമല്ലോ. ഇന്നത്തെ ദിവസം ഫാത്തിമ ബീബിയെ കുറിച്ച് അറിഞ്ഞ് നമ്മൾ ഓർത്ത് പൊട്ടിക്കരയണമല്ലോ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിലപ്പെട്ട സമയങ്ങളെ ഞാൻ വളച്ചൊടിച്ച് കളയുന്നില്ല. ആദ്യം നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് മനോഹരമായൊരു ചരിത്രം പറഞ്ഞു തരാം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ പ്രിയപ്പെട്ട പൊന്നുമോളെ കല്യാണം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാ. അലിയാർ തങ്ങളും ഫാത്തിമ ബീബിയും സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ ഒരു ദിവസം അലിയാർ തങ്ങളുടെ ചാരത്തേക്ക് ഫാത്തിമ ബീബി വന്നു. എന്നിട്ട് ഫാത്തിമ ബീബിയുടെ ചാരത്ത് അലിയാർ തങ്ങളും വന്നു. രണ്ടുപേരും ഒപ്പമിരുന്ന് കാര്യം പറയുമ്പോ അലിയാർ തങ്ങൾ പറയുന്നു, ഫാത്തിമ, നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണ്ടേ ഫാത്തിമ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതാ, ഏതൊരു കുടുംബവും ആഗ്രഹിക്കുന്നതാ. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് കഴിയുമ്പോൾ മക്കളൊക്കെ ആയി മാറുമ്പോ പിന്നൊരു ചിന്ത വരുമ്പോ ഒരു ഭർത്താവിന്റെ ചിന്തയാണ്, എൻ്റെ ഭാര്യയും മക്കളെയും ഒരു കുടുംബത്തിലാക്കണം, പ്രത്യേകം ഒരു വീട് വെക്കണമെന്ന്. ഫാത്തിമ ബീബി തിരിച്ചു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ അലിയേ, നിങ്ങളുടെ ഉമ്മായ വിട്ടിട്ട് പോകാൻ എനിക്ക് വിഷമമാ. നിങ്ങളുടെ ഉമ്മയോടൊത്ത് വാപ്പയോടൊത്ത് നിങ്ങളുടെ കുടുംബത്തോടൊത്തുള്ള ഈ സന്തോഷമുള്ള ജീവിതം, നിങ്ങളുടെ ഉമ്മയോടൊത്തുള്ള സന്തോഷമുള്ള ഈ വീട്ടിലെ ജീവിതം, സുബ്ഹാനല്ലാഹ്, ചെറിയൊരു ഷെഡടിച്ചാ താമസിക്കുന്നത്, താമസിക്കാൻ സൗകര്യങ്ങളില്ല. തിരിച്ച് ഫാത്തിമ ബീബി പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് ഇവിടുന്ന് പോകാൻ വിഷമമാണ്, പക്ഷേ ഒരു കാര്യത്തിന് എനിക്ക് സങ്കടമുണ്ട് അലിയേ. ഫാത്തിമ ബീബി പറയുകയാ, അലിയേ, നമുക്കൊരു വീടെടുത്ത് മാറി താമസിച്ചാൽ നമ്മളിവിടെ പട്ടിണി കിടക്കുന്ന അവസ്ഥ നമ്മുടെ ഉമ്മ അറിയില്ലല്ലോ. പല ദിവസങ്ങളിലും നമ്മളിവിടെ പട്ടിണിയാണല്ലോ, നമുക്ക് ദാരിദ്ര്യമാണല്ലോ, ഇത് ഉമ്മക്ക് സഹിക്കുന്നില്ലല്ലോ. വേറൊരു വീട്ടിലേക്ക് മാറിയാൽ ഈ ഫാത്തിമ പട്ടിണി കിടക്കുന്നത് ഉമ്മയറിയില്ലല്ലോ. അലിയാർ തങ്ങളുടെ ഉമ്മാക്ക് സങ്കടമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മോളല്ലേ എൻ്റെ മരുമകള്, ആ പൊന്നുമോള് പട്ടിണി കിടക്കുന്നത് സഹിക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോടും അലിയാർ തങ്ങൾ പറഞ്ഞു, അലിയാർ തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, നീ നബിയുടെ പേരമക്കളല്ലേ, ഫാത്തിമ ബീബിയുടെ പൊന്നോമന മക്കളല്ലേ. ഈ ലോകത്ത് നിന്ന് വിട പറയാ പോയപ്പോ അലിയാർ തങ്ങളുടെ കൈ പിടിച്ചിട്ട് ഫാത്തിമ ബീബി പറഞ്ഞത് എന്തെന്നറിയോ? അലിയേ, എൻ്റെ മക്കളെ അടിക്കല്ലേ അലിയേ, എൻ്റെ മക്കളെ വഴക്ക് പറയല്ലേ അലിയേ, എൻ്റെ മക്കളെ വേദനിപ്പിക്കല്ലേ അലിയേ, എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ അലിയേ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന സുന്ദരിയായ തഖ്വയുള്ള മുത്തുനബിയുടെ പൊന്നുമോളുണ്ടല്ലോ, 50-ാമത്തെ 60-ാമത്തെ 70-ാമത്തെ വയസ്സിലെല്ലാം മരണപ്പെടുന്നത് 29-ാമത്തെ വയസ്സിലാ. ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണേ. ജീവിതം തുടങ്ങിയതേ ഉള്ളൂ, ഒരു പെണ്ണിന്റെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ, സന്തോഷത്തോടുള്ള ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, മക്കളെ സ്നേഹിച്ച് കൊതി തീർന്നില്ല, ഭർത്താവിനെ സ്നേഹിച്ച് കൊതി തീർന്നില്ല. 29-ാമത്തെ വയസ്സിലാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഒരു ദിവസമുണ്ടല്ലോ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ നല്ലതുപോലെ കുളിക്കുകയാ, കുളിച്ച് നല്ല വസ്ത്രം ധരിക്കുകയാ. സുന്ദരിയാണല്ലോ, കാണാൻ നല്ല അഴകാണല്ലോ.
നടത്തവും വരവും കണ്ടാൽ ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നേ പറയൂ. അത്രമേൽ സൗന്ദര്യത്തിന്റെ ഉടമയായ ഫാത്തിമ ഉമ്മയുണ്ടല്ലോ, കുളിച്ചൊരുങ്ങി സുന്ദരി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാ. ആരെ കാത്തു നിൽക്കുകയാ? തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. 29ാമത്തെ വയസ്സിൽ വാതിൽപ്പടിയിൽ ഒരുങ്ങി സുന്ദരിയായ ഒരു പെണ്ണിങ്ങനെ നിൽക്കുകയാ. ദൂരെ നിന്ന് ഭർത്താവ് വരുന്നത് കാണുകയാ. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭർത്താവിനെ നോക്കി പുഞ്ചിരിക്കുകയാ. പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ വീട്ടിലേക്ക് കയറ്റുകയാ. ഭർത്താവ് വന്ന് വീട്ടിലിരിക്കുമ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, നമ്മുടെ റസൂലുള്ളാന്റെ കരളിന്റെ കഷ്ണമുണ്ടല്ലോ, അല്ലാഹുവേ, അലിയാര് തങ്ങളുടെ മടിയിലേക്ക് തലവെക്കുകയാ. അലിയാര് തങ്ങളുടെ മടിയിലേക്ക് തലവെക്കുകയാ. എന്നിട്ട് അലിയാര് തങ്ങളെ ഇങ്ങനെ നോക്കുകയാ. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുകയാ. അലിയാര് തങ്ങളത് കണ്ടപ്പോ ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ നീ എന്നെ ഇങ്ങനെ വല്ലാതെ നോക്കുന്നത്? എന്തേ നീ എന്നെ വല്ലാതെ നോക്കുന്നത്? എന്തേ നീ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത്? ഫാത്തിമ ബീബി ഇങ്ങനെ വല്ലാതെ അലിയാര് തങ്ങളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അലിയാര് തങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഫാത്തിമ പോവുകയാണെന്ന്. ഫാത്തിമ പോവുകയാണെന്ന് മനസ്സിലാവുന്നില്ല. ഖദീജ ഉമ്മയുടെ പൊന്നുമോളല്ലേ, ഉമ്മ ചെയ്തതുപോലല്ലേ മോളും ചെയ്യുന്നത്. ഉമ്മ തയ്യാറെടുപ്പെടുത്തില്ലേ? ഉമ്മയും കുളിച്ച് റെഡിയായി നിന്നില്ലേ? ഉമ്മയും മുത്തുനബിയുടെ മടിയിൽ ഇതുപോലെ കിടന്നില്ലേ? അത് തന്നെയാ പൊന്നുമോളും കാണിക്കുന്നത്. ഫാത്തിമ കുളിക്കുന്നു, ഒരുങ്ങുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ഭർത്താവിന്റെ മടിയിൽ കിടക്കുന്നു, പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ നോക്കുന്നു. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്തേ നീ എന്നെ വല്ലാതെ നോക്കുന്നത് ഫാത്തിമ? കണ്ണു കറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ 29 വയസ്സുകാരിയാ, ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാ. 29 വയസ്സുള്ള പൊന്നുപോൾ ലോകത്ത് നിന്ന് വിട പറയാ പോവുകയാ. നിങ്ങൾക്ക് സഹിക്കുമോ? എനിക്ക് സഹിക്കുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ മരിക്കുമ്പോ നമ്മുടെ പൊന്നോമന മക്കളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോവുകയാ. നമ്മുടെ ഭാര്യയ്ക്ക് പകരം 100 ഭാര്യമാര് വന്നാലും നമ്മുടെ മക്കളെ നോക്കാൻ സ്വന്തം ഉമ്മയ്ക്കല്ലാതെ സ്വന്തം ഭാര്യയ്ക്കല്ലാതെ പറ്റൂല. പടച്ചവരെ, അലിയാര് തങ്ങള് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാ. ഫാത്തിമ ഇങ്ങനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാ, അലിയേ, ഞാൻ പോവുകയാണ് അലിയേ. ഞാൻ കുറച്ച് കാര്യം വസിയത്ത് ചെയ്യുകയാ. എന്താണ് വസിയത്ത് എന്നറിയോ? എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ അലിയേ. എന്റെ മക്കളെ വേദനിപ്പിക്കല്ലേ അലിയേ. എന്റെ മക്കളെ സങ്കടപ്പെടുത്തല്ലേ അലിയേ. എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണേ അലിയേ. ഒരു ഉമ്മ ലോകത്തോട് വിട പറയുമ്പോൾ, ഒരു ഭാര്യ ലോകത്തോട് വിട പറയുമ്പോൾ ഭർത്താവിന്റെ മടിത്തട്ടിൽ ഒരുങ്ങിക്കിടന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാ, അലിയേ, ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജനാസയുണ്ടല്ലോ, രാത്രിയിലെ കബറടക്കാവൂൾ അലിയേ. ഭർത്താവ് ചോദിക്കുകയാണ്, എന്തേ പെണ്ണേ നീ പറയുന്നത്? രാത്രിയിലടക്കണമെന്നോ? അതെന്താണ് രാത്രി നീ സെലക്ട് ചെയ്യാനുള്ള കാരണം? പറയുകയാ, ഫാത്തിമ ബീബി പറയുകയാ, ഞാനതാ പകല് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ശരീരത്തതാ കഫം പൊതിഞ്ഞ് എന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി കബറിലേക്ക്
എടുത്ത് ഇറക്കി വെക്കുമ്പോൾ ശരീരത്ത് പൊതിഞ്ഞിരിക്കുന്ന കഫത്തുണി വളരെ ഇറുക്കിയാണല്ലോ ഇടുന്നത്. എന്റെ ശരീരത്തിന്റെ വെടിവുകള്, എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ എടുത്തു കാണും. അന്യപുരുഷന്മാര് കാണുമലിയേ, നിങ്ങളല്ലാതെ വേറെ ആരും തൊടല്ലേ അലിയേ, നിങ്ങളല്ലാതെ വേറെ ആരും കബറിലേക്ക് എടുത്തു വെക്കല്ലേ അലിയേ, നിങ്ങൾ ചുമക്കണേ അലിയേ, നിങ്ങൾ രാത്രിയിൽ കൊണ്ടുപോകണേ. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീബിയുടെ അതാ വസിയത്തുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് കുറച്ചു കഴിയുമ്പോ ഫാത്തിമ ബീബി അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് ലോകത്ത് നിന്ന് വിട പറയുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പുന്നാരവുമാണ് ജനാസ. എന്റെ പ്രിയമുള്ളവരെ, അലിയാര് തങ്ങളതാ കണ്ട് സഹിക്കുന്നില്ല. രാത്രിയിലാണ് മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോയത്. അന്നു മുതലാ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് കട്ടിലിന്റെ പുറത്ത് നമ്മൾ തുണിയിടാറുണ്ടല്ലോ. ഫാത്തിമ ബീബി വസിയത്ത് ചെയ്തതാ, എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ പുറത്തൊരു തുണിയിടണേ. എന്റെ ജനാസ മറ്റുള്ള അന്യപുരുഷന്മാരെ